ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അവർ ഹാപ്പി വേളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണസദ്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ആയിട്ടുള്ള കൂട്ടുകറി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. കുറേ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൂട്ടുകറികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിലുള്ള കൂട്ടുകറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനായിട്ട് ഞാൻ കുമ്പളങ്ങ, നേന്ത്രക്കായ, ചേന എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കടലപ്പരിപ്പാണ് ഇടുന്നത്. അത് തലേന്ന് തന്നെ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും നന്നായിട്ടൊന്ന് കഴുകി എല്ലാ കഷ്ണങ്ങളും ചെറിയ സ്ക്വയർ പീസാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് കായ, ചേന, കുമ്പളങ്ങ, പിന്നെ നമ്മുടെ കടലപ്പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഈ കടലപ്പരിപ്പിന് പകരം ചുമന്ന കടല ഇട്ടും കൂട്ടുകറി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ചിലയിടത്തൊക്കെ ചില ആൾക്കാരൊക്കെ വെള്ളക്കടല ഇട്ടും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആദ്യം കടലപ്പരിപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട് ഞാൻ. ഈ ഒരു വെള്ളം മതി കേട്ടോ ഇത്രയും വേവാനായിട്ട്. കാരണം കുമ്പളങ്ങയിലൊക്കെ ഒരു വെള്ളമുള്ള കഷ്ണമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഞാൻ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ആകെ ഇത്രയും വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇനി നമുക്ക് ചേനയും കായയും അതുപോലെ തന്നെ കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചില ആൾക്കാരൊക്കെ ഈ കഷ്ണത്തിനൊപ്പം കൂട്ടുകറിയിൽ മത്തങ്ങ ഇടുന്നവരുണ്ട്. പിന്നെ നമ്മുടെ പടവലങ്ങ ഇട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബീട്രൂട്ടും ഇട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം പല സ്ഥലത്തും പല ആൾക്കാരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ആ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മളിത് പച്ചമുളകൊന്നും ഇടുന്നില്ല. ആകെ എരിവിനായിട്ട് ഈ മുളക് പൊടി മാത്രമാണ് കേട്ടോ ഇടുന്നത്. ചില ആൾക്കാർ ഇതിൽ കുരുമുളക് പൊടി ഇടാറുണ്ട്. പക്ഷേ ഇത് സാധാരണയായിട്ട് എരിശ്ശേരിയിലാണ് നമ്മൾ കുരുമുളക് പൊടി ഇടാറ് കേട്ടോ. ഇതിലങ്ങനെ കൂട്ടുകറിയിലങ്ങനെ ഞാൻ ഇടാറില്ല കുരുമുളക് പൊടി. അപ്പം എരിവിനായിട്ട് നമ്മൾ മുളക് പൊടി മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അടച്ച് കുക്കറിൽ 2 വിസിൽ വന്നാൽ മതി. അപ്പം നമുക്കതൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിത് ശർക്കരയാണ് കേട്ടോ. മധുരം കുറച്ച് ഉള്ളൊരു കറിയാണ് ഈ കൂട്ടുകറി. അപ്പോൾ അതിനായിട്ട് ഞാൻ ശർക്കര ചെറുതാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ 2 വിസിൽ കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോകണ്ട, വെന്ത് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കടലപ്പരിപ്പും ചേനയൊക്കെ ഒന്ന് വെന്തോന്ന് നോക്കാം. ഇതേപ്പോൾ അതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര നമ്മൾ ചീകി വെച്ചിട്ടുണ്ട്. ആ ശർക്കര ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ആ ശർക്കരയൊക്കെ ഒന്ന് കഷ്ണങ്ങളിലൊന്ന് പിടിക്കണം. അതുവരെ നമുക്ക് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തിള വരുന്നവരൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കിതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളികേരം വറുത്തിടലാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് നാളികേരം, വളരെ കുറച്ച് മതി കേട്ടോ. നാളികേരം ജീരകം കൂട്ടി നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ അതേ ആ ശർക്കരയൊക്കെ അതിന് നന്നായിട്ട് പിടിച്ച വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തുകൊണ്ട് വന്ന നാളികേരവും ജീരകവും കൂടിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് അതും ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ നാളികേരവും ജീരകവും ചേർത്ത അരപ്പൊക്കെ അരച്ചിട്ട് അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ആ നാളികേരമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ വറുത്തിടാനുള്ള നാളികേരം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ നല്ല അടി കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരം ഇട്ട് നന്നായിട്ട് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് കുറേശ്ശെ ഇങ്ങനെ നന്നായിട്ട് കരിയാതെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ കൂട്ടുകറി എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കൂട്ടുകറി ഉണ്ട്. പക്ഷേ അത് ഡിഫറെൻറ്റ് സ്റ്റൈലിലാണ് കേട്ടോ. ഒരു വട കൂട്ടുകറി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉഴുന്നുവട, കുഞ്ഞു ഉഴുന്നുവടകൾ ഉണ്ടാക്കിയിട്ട് അത് വെച്ചിട്ട് ഒരു കൂട്ടുകറി ഉണ്ടാക്കണം. അതിന് വട കൂട്ടുകറി എന്നാണ് കേട്ടോ പറയണത്. അങ്ങനെ കൂട്ടുകറികൾ വളരെ ഡിഫറെൻ്റായിട്ട് കുറേ ഉണ്ട് കേട്ടോ കൂട്ടുകറികൾ. ഇത് നമ്മളുണ്ടാക്കുന്നത് തൃശ്ശൂർ സ്റ്റൈലിലുള്ള കൂട്ടുകറിയാണ് കേട്ടോ. സദ്യക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന തൃശ്ശൂർ സ്റ്റൈലിലുള്ളൊരു കൂട്ടുകറിയാണ്. ഇപ്പോൾ നമ്മുടെ നാളികേരമൊക്കെ ചെറുതായിട്ടൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആവുന്ന വരെ നമ്മളിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ അടി പിടിക്കാനും കരിയാനും ഒന്നും പാടില്ല. നമ്മൾ ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ഇങ്ങനെ വറുത്തുകൊണ്ട് കൈയെടുക്കാതെ ഇങ്ങനെ വറുത്തുകൊണ്ടിരിക്കണം കേട്ടോ. ആ ഒരു ടേസ്റ്റാണ് ഈ കൂട്ടുകറിക്ക് ഒരു ടേസ്റ്റ് നൽകുന്ന. നാളികേരം വറവിൻ്റെ ഒരു ഇത് കരിയാനും പാടില്ല, എങ്കിൽ നല്ല ഡാർക്ക് ബ്രൗണും ആവണം. അതുകൊണ്ട് തന്നെ നമ്മളത് സൂക്ഷിച്ച് തന്നെ ഇത് വറുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇപ്പോൾ ആ നാളികേരമൊക്കെ ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ തന്നെ നമുക്കിത് കടുക് വറുക്കാം. അപ്പം വേറെ പാത്രം ഉപയോഗിക്കേണ്ട. അപ്പം നാളികേരമൊക്കെ ഞാൻ സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ട് അതിൽ തന്നെ കടുകും ചുമന്ന മുളകും ഇട്ടിട്ടുണ്ട്. ഇനി കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെയും ആ നാളികേരം എല്ലാം കൂടെ ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി ഒന്നും കൂടെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം.
കടുക് നന്നായിട്ട് പൊട്ടണം കേട്ടോ. അപ്പം നന്നായിട്ട് കടുക് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ ഒന്ന് ഇളക്കി. ഇപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം നല്ല പാകമായിട്ടുണ്ട്. കൂട്ടുകറിക്ക് നമ്മുടെ നാളികേരം പാകമായി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർക്കാം കേട്ടോ. അപ്പം നമ്മൾ കഷ്ണങ്ങളൊക്കെ ചേർത്തിട്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ചിലയിടത്തൊക്കെ ഉഴുന്നുപരിപ്പും ഇതുപോലെ നാളികേരത്തിനൊപ്പം വറുത്തിടാറുണ്ട് കേട്ടോ. അങ്ങനെ പല സ്ഥലത്തും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ കൂട്ടുകറി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ തട്ടിപ്പൊത്തി ഒന്ന് വെച്ചു കേട്ടോ. കൂട്ടുകറിയിൽ നമ്മൾ ഈ ആ കഷ്ണങ്ങളൊക്കെ കണ്ടോ, അത് നന്നായിട്ടിങ്ങനെ ആ ഷേപ്പിലൊക്കെ തന്നെ ഇങ്ങനെ കാണാം. നമുക്ക് ആ കടലപ്പരിപ്പൊക്കെ കാണാം. വെന്തിട്ട് ഉണ്ടാവണം, നന്നായിട്ട് വേവുകയും വേണം. എങ്കിൽ വല്ലാണ്ട് ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡിയാക്കിയാണ്. ഇനി നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഓണത്തിനായാലും നമ്മുടെ സദ്യകൾക്ക്, കല്യാണ സദ്യ വേറുള്ള സദ്യകൾക്കൊക്കെ ആയാലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വിഭവമാണ് നമ്മുടെ കൂട്ടുകറി. ഉപ്പും എരിവും അതുപോലെ തന്നെ ചെറിയൊരു മധുരമൊക്കെ ഉള്ളൊരു കൂട്ടാനാണ് ഈ കൂട്ടുകറി. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും വലിയ ആൾക്കാർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സദ്യയിലെ ഒരു ഐറ്റമാണ് നമ്മുടെ കൂട്ടുകറി. അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഈ കൂട്ടുകറിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്